ഹായ് പറ ഹായ് പറ ഞങ്ങൾ സ്ഥലത്തേക്ക് പോകണം കേട്ടോ. വീട് പണിയെടുക്കുന്നിടത്തേക്ക് പോവാണ് കേട്ടോ. ചായയും കൊണ്ട് പോകണത്. ബേഗിൽ തൂക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചായ കുഞ്ഞാപ്പൂനെ എടുത്തിട്ട് വെയിലുണ്ട്. ഇത്രയും ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ വെയിലുണ്ട്. അന്നേരം ഞങ്ങൾ പോവെത്താനായിട്ടോ. ചായ എടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ഇപ്പോൾ കുറച്ച് നേരം നടന്നു, പിന്നെ നടക്കാനില്ല. അവർക്ക് കാലുവേദനയാണ് ഇത്ര. ആ അവിടെ വണ്ടി വരില്ല. ഇപ്പം എത്താനായിട്ടോ. നേരം നമ്മളെ വീട് പണി ഇന്നിപ്പം 5 ദിവസമായിട്ടോ. 5 ദിവസം കൊണ്ട് ഇപ്പം ഏകദേശം കരിങ്കല്ലിൻ്റെ പണി നാളെയും കൂടെ എടുത്തു കഴിഞ്ഞാൽ, ഒരു ദിവസം കൂടെ എടുത്തു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ ഇന്നിട്ട് നാളെയല്ലേ കാണുള്ളൂ. അന്നേരം നാളെയും കൂടെ എടുത്തു കഴിഞ്ഞാൽ കരിങ്കല്ലിൻ്റെ പണി തീരും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ ബെൽറ്റ് വാർക്കണം. 2 വരി കട്ട വെച്ച് കെട്ടണം. അതായത് നമ്മളെ മട്ടിക്കല്ല് എന്നൊക്കെ പറയട്ടെ, ഈ ചെത്തുകല്ലില്ലേ, അതുപോലത്തെ കട്ട വെച്ച് കെട്ടണം. അന്നേരം ഞാനും കുഞ്ഞാപ്പും കൂടിയാണ് കേട്ടോ ഈ പോകുന്നത്. ഇതാ ഇവിടെ എത്താനായിട്ടുണ്ട്. അതിപ്പം തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബഡ്ജറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും ചെറിയ രീതിയിലൊക്കെ ആവുള്ളൂ എന്നൊക്കെ വിചാരിച്ചു. ഒരിക്കലും അല്ല കേട്ടോ. തറപ്പണി കഴിയുമ്പോഴത്തേക്കും നല്ലൊരു പൈസ ആവുന്നുണ്ട്. നമ്മളെ കയ്യിലൊന്നും ഒതുങ്ങാത്തടത്തേക്ക് പോകുന്നുണ്ട്. എന്ത് ചെയ്യും ഏത് ചെയ്യുന്നറിയില്ല. എന്നാലും എത്തുന്നിടത്ത് എത്തട്ടെ, നിൽക്കുന്നിടത്ത് നിൽക്കട്ടെ എന്നുള്ള കണ്ടീഷനിലാണ് പോകുന്നത് കേട്ടോ. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ലല്ലോ. നമ്മളെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ അവിടെയുള്ള വീടുകളാണ് കേട്ടോ. ഇതൊക്കെ പുതിയ വീടുകൾ ഇപ്പോൾ വന്നതാണ്. ഇതൊക്കെ കുറച്ച് പഴയ വീടുകളാണ്. അതിൽ പുതിയ വലിയ വീടുകളൊക്കെ അവിടെ വരുന്നുണ്ട്. ഒരു വിധത്തിൽ ഇതാ കുഞ്ഞാപ്പൂനെ ഞാൻ താഴെ ഇറക്കി നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സ്പീഡിൽ പോകാനായിട്ടുണ്ട്. ഏകദേശം നമ്മൾ എത്താനായിട്ടുണ്ട് കേട്ടോ. അവർ നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. ആൾ തെറിച്ച് അങ്ങോട്ട് ഇറക്കാണ്. അവരെ സ്പീഡിൽ പോകുമ്പോൾ ഞാൻ പതുക്കെ പോകണമൊക്കെ പറയുന്നുണ്ട്. അന്നേരം അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇതൊക്കെ ചെറിയ വീടുകളായിരുന്നു. ഇപ്പോൾ വെച്ച വീടുകളാണ് കേട്ടോ. അവർ ഈ ഇറക്കം അങ്ങോട്ട് ഇറങ്ങിയെത്തുന്നതാണ് നമ്മളെ സ്ഥലത്തേക്ക് എത്തും. അന്നേരം ഞങ്ങൾക്ക് എങ്ങനെയും ഒന്ന് എല്ലാ രീതിയും നല്ല രീതിയിൽ പോകണമെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഉപകാരം എന്ന് പറയുന്നത് നമ്മളെ വീഡിയോസ് കാണുക കേട്ടോ. വീഡിയോസ് എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക. അന്നേരം നിങ്ങൾ ഈ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിത്തുടങ്ങണമെങ്കിൽ എല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്താതെ കണ്ടാൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടിത്തുടങ്ങുള്ളൂ. ഇതുവരെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അതിന് കിട്ടണമെങ്കിൽ ഇതിപ്പോൾ നമ്മളെ ഒരു പൂവുണ്ടോ, ഈ മരത്തിൽ നിറച്ചുണ്ട് കേട്ടോ. തീപ്പെട്ടി പൂവാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളെ തീപ്പെട്ടി ഉണ്ടാക്കണില്ല, അതിൻ്റെ പൂവാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മരത്തിൻ്റെ പൂവാട്ടോ. നിലത്ത് നിറച്ചിങ്ങനെ അരി വെതറി പോലെ കിടക്കുന്നുണ്ട്. അത് ഞാൻ ഇത് കണ്ടപ്പോൾ കേട്ടോ മേലോട്ട് നോക്കിയാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമ്മളെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ അത്. നേരതാ കല്ലൊക്കെ ഇറക്കിയിട്ടിട്ടുണ്ട്. താഴെ ഷെഡ് കെട്ടിയത് കണ്ടോ. അത് അവർക്ക് തുണികളൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടും വെള്ളം കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്ലാസ്റ്റിക് കെട്ടി വെച്ചിട്ടുണ്ടോ. മഴയായിരുന്നു 2 ദിവസം. ഇന്നാണ് ഇപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു. അന്നേരം ഇതാണ് നമ്മളെ തറ. 3 ബെഡ്റൂം ഉണ്ട്, ഒരു ഹാളുണ്ട്, ഒരു കോലായി ഉണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. ഒറ്റ അറ്റാച്ച്ഡ് ബാത്റൂമേ ആക്കിയിട്ടുള്ളൂ. നമ്മൾ അതിനൊക്കെ നമ്മളെ കൊണ്ട് ഒക്കുള്ളൂ. ഒരു അടുക്കള ഇതിൻ്റെ അകത്ത് ഇല്ല കേട്ടോ. അടുക്കള സെപ്പറേറ്റ് എടുക്കണം. നേരത്തേക്ക് തന്നെ 700 സ്ക്വയർ ഫീറ്റാണ് ഇതിപ്പോൾ മൊത്തത്തിൽ ഇത്ര ഉള്ളത്. ഒരു അടുക്കളയും കൂടെ സെപ്പറേറ്റ് എടുക്കണം. അതായത് നമുക്ക് പഞ്ചായത്തിൻ്റെ വീടൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് കണക്കുണ്ടാവും, ഇത്ര ഇതിൽ കൂടാൻ പാടില്ല എന്നൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇതിപ്പോൾ 2 ഇവിടെ ഉള്ളൂ. 2 പേര് ഭക്ഷണം വാങ്ങിക്കാനും എന്തിനോ പുറത്തേക്ക് പോയതാണ് കേട്ടോ. അത് ശ്യാമേട്ടനും മേശ്ശേരി ചേട്ടനും ആണ് അവിടെ ഉള്ളത്. അവരച്ഛനും മോനും ആണ് കേട്ടോ പണിയെടുക്കുന്നത്. അന്നേരം നമ്മളെ വീഡിയോ എല്ലാവരും പരമാവധി കണ്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റൊരു ഉപകാരം അത് മാത്രമേ ഉള്ളൂ. അതായത് നമ്മളെ വീഡിയോൻ്റെ എല്ലാവരും ചോദിക്കേണ്ട വീട് പണി എന്തായി എന്നൊക്കെ ചേച്ചി ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ ചെറിയ രീതിയിലുള്ള വീഡിയോസ് ഇട്ടിട്ടുള്ളൂ. അന്നേരം ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കും. ഞങ്ങൾ എന്തായാലും അറിയിക്കാതിരിക്കില്ല. അന്നേരം നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇത് വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അത്ര മാത്രമാണ് നിങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അന്നേരം കരിങ്കല്ല് 4 ലോഡ് കല്ലാണ് കേട്ടോ നമ്മൾ ഇറക്കിയത്. 4 ലോഡിൽ നിൽക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. കരിങ്കല്ലിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് പിടിച്ച പണി തന്നെയല്ലേ. അതായത് വലിയ കല്ലുകൾ ഇങ്ങനെ ഒരു ഉന്തുവണ്ടിയിൽ കൊണ്ടുപോയിട്ടാണ് കേട്ടോ അങ്ങോട്ട് ഇടുന്നത്. ഇതൊക്കെയാണ് നമ്മളെ വീട് പണീൻ്റെ വിശേഷങ്ങൾ എന്ന് പറയാനുള്ളത്. അന്നേരം ഞാൻ ചെറിയ വീഡിയോ ആണ് നമ്മളെ വീട് പണീൻ്റെ. ചെറിയ രീതിയിലെ വീഡിയോസ് എടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ കണ്ട ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. മണ്ണൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂമ്പാരം കിടക്കണോണ്ട്. അന്നേരം ഇനി മൊത്തത്തിൽ തറപ്പണി തീർന്നിട്ട് ഞാനൊരു വീഡിയോസ് ഷോർട്ട് വീഡിയോ ആയിട്ടാണെങ്കിലും ചെറിയൊരു വീഡിയോസ് ചെയ്യാം കേട്ടോ. എന്നത്തേക്ക് തീരെ മുഴുവനായിട്ട് നടക്കുമോ എന്നൊന്നും അറിയില്ല. കാരണം ബഡ്ജറ്റ് അത്രയും വരുന്നുണ്ട്. നമ്മളെ കയ്യിൽ നിൽക്കാത്ത വിധത്തിലാണ് ബഡ്ജറ്റ് പോകുന്നത്. നേരം മൊത്തത്തിൽ തറപ്പണി തീരുമോ എന്നൊന്നും അറിയില്ല. എത്ര നാളത്തേക്ക് ആവും എന്നും അറിയില്ല. എന്നാലും തീരുമ്പം എന്തായാലും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.